3 ദിവസങ്ങളുടെ കഴിഞ്ഞാൽ 22,000+ വേക്കൻസിയുമായിട്ട് റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ വരികയാണ്. അതായത് ജനുവരി 21-നാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. കഴിഞ്ഞ തവണ 1 കോടി ആൾക്കാരാണ് അപ്ലൈ ചെയ്തത്. ഇത്തവണയും നമുക്ക് അത്രയും നമ്പർ ഓഫ് ആപ്ലിക്കൻസിനെ പ്രതീക്ഷിക്കാം. ഈ 22,000 വേക്കൻസി എന്ന് പറയുന്നത് ഒരു ചെറിയ വേക്കൻസി അല്ല കേട്ടോ. റെയിൽവേയുടെ NTPC ഗ്രാജുവേറ്റും അണ്ടർ ഗ്രാജുവേറ്റും കൂടെ ചേർത്തെടുക്കുകയാണെങ്കിൽ 8,800 വേക്കൻസിയാണ് ആകെ ഉള്ളത്. അതിനേക്കാളും 3 മടങ്ങ് വേക്കൻസിയിലാണ് പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നത്. എനിക്ക് ഉറപ്പാണ് നിങ്ങളും അപ്ലൈ ചെയ്യും. ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത് ഒരാളുടെയും ഡ്രീം ജോബ് അല്ല. എനിക്ക് ഉറപ്പാണ് ഒരാൾ പോലും കുഞ്ഞിലെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ വലുതാകുമ്പോൾ ആരാകണമെന്ന് ചോദിച്ചാൽ എനിക്ക് വലുതാകുമ്പോൾ ഗ്രൂപ്പ് ഡി ആകണമെന്ന് സ്വപ്നം കണ്ടു കാണത്തില്ല. മറിച്ച് ഇതൊരു ലൈഫ് സെറ്റിൽമെന്റ് ജോബാണ്. നമ്മുടെ നീഡെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന, നല്ല സാലറി ഉള്ള, കയറുമ്പോൾ തന്നെ 40,000+ സാലറി കിട്ടുന്ന ഒരു അടിപൊളി ജോലി. മാത്രമല്ല ഒരുപാട് റിസ്കുകളും ഇതിനകത്തുണ്ട്. കഴിഞ്ഞ 1 വർഷം നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യൻ സൈനികർ അവരുടെ അതിർത്തി കാക്കുന്നതിനിടയിൽ ഒരുപാട് പേര് ജീവത്യാഗം ചെയ്തായിരുന്നു. അതിനേക്കാളും കൂടുതൽ ആൾക്കാരാണ് ഈ ലെവൽ 1 പോസ്റ്റിൽ അവരുടെ ജീവൻ ട്രാക്കിൽ വെച്ച് പോയ ആൾക്കാരുള്ളത്. അത്രയും അപകടകരമായ ഒരു ജോലിയും കൂടെയാണ്. സോ നിങ്ങൾക്ക് അറിയണ്ടേ ഇതിന്റെ പ്ലസും മൈനസും എന്തെല്ലാമാണെന്ന്. നമുക്ക് പ്ലസ് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. 1, ഇതൊരു സെൻട്രൽ ഗവൺമെന്റ് ജോബാണ്. ഏറ്റവും നല്ല സാലറി ഉണ്ട്. അതായത് കയറുമ്പോൾ തന്നെ പുതിയ പേ കമ്മീഷനും കൂടെ വരികയാണ്. അതുകൊണ്ട് തന്നെ കയറുമ്പോൾ തന്നെ ഏറ്റവും ചുരുങ്ങിയത് ഒരു 40,000+ സാലറിയിലാണ് നിങ്ങൾ പ്ലേസ്ഡ് ആവുന്നത്. ഈ 40,000+ സാലറി എന്ന് പറയുമ്പോൾ നിങ്ങൾ കമ്പയർ ചെയ്യുക സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയിട്ട് കയറിയാൽ, അതായത് കേരള PSL ഏറ്റവും ഗ്ലാമറസ് ആയ ഒരു പോസ്റ്റാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്. ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയിട്ട് ഒരാൾ കയറുകയാണെങ്കിൽ അയാൾക്ക് കിട്ടുന്ന സാലറി കയറുന്ന സമയത്ത് 36,000, 37,000 ആ റേഞ്ച് ആയിരിക്കും. അതായത് അതിനേക്കാളും കൂടിയ സാലറിയിലാണ് ഇവിടെ ഒരാൾ പ്ലേസ് ആവുന്നത്. 2, പെൻഷനാണ്. സോ പെൻഷൻ എന്ന് വെച്ചാൽ റെയിൽവേ ഫോളോ ചെയ്യുന്നത് UPS ആണ്. അതായത് നിങ്ങളുടെ അവസാനത്തെ 6 മാസത്തെ സർവീസ് പീരീഡിന്റെ ആവറേജ് ശമ്പളത്തിന്റെ പകുതി നിങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയത് പെൻഷൻ കിട്ടിയിരിക്കും. ഏറ്റവും മികച്ച പെൻഷൻ. 3-മതായിട്ട് നിങ്ങളുടെ പ്രൊമോഷൻ ചാൻസ് ആണ്. സോ പ്രൊമോഷൻ എന്ന് പറഞ്ഞാലും നമുക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് എഴുതാൻ പറ്റും, ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതാൻ പറ്റും. അതിനകത്ത് നിങ്ങൾക്ക് ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ട് എങ്കിൽ, അതായത് ഗ്രൂപ്പ് ഡിയുടെ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് പാസ്സാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. അതായത് നിങ്ങൾക്ക് ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ +2 ഉണ്ട്, ഡിഗ്രി ഉണ്ട്, അല്ലെങ്കിൽ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഉണ്ട്, ഡിപ്ലോമയുണ്ട്, ദെൻ BTech ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതി വളരെ പെട്ടെന്ന് തന്നെ പ്രൊമോഷൻ കിട്ടി മേളിലോട്ട് പോകാൻ പറ്റും. അതായത് ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത് ലെവൽ 1 പോസ്റ്റ് ആണ്. നിങ്ങൾക്ക് ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഒരു 4 വർഷമൊക്കെ കൊണ്ട് BTechോ അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ള ആൾക്കാരൊക്കെ നിങ്ങൾക്ക് JEE ആയിട്ട് മാറാൻ പറ്റും. അതായത് ഏറ്റവും നല്ല ഒരു പ്രൊമോഷൻ ചാൻസ് ആണ് റെയിൽവേ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നോക്കുക, സെൻട്രൽ ഗവൺമെന്റ് ജോലിയാണ്, ഏറ്റവും നല്ല സാലറി ഉണ്ട്, പെൻഷൻ ഉണ്ട്, അതേപോലെ തന്നെ ഏറ്റവും നല്ല പ്രൊമോഷൻ ചാൻസ് ഉണ്ട്. മാത്രമല്ല നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസ് ബാക്കിയെല്ലാം കവേർഡ് ആണ്. നിങ്ങൾക്ക് എന്ത് അസുഖം വന്നാലും നിങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ ഫാമിലി ആയിക്കോട്ടെ, എല്ലാം ആര് നോക്കിക്കോളും? റെയിൽവേ നോക്കിക്കോളും. മാത്രമല്ല നമുക്ക് രാജ്യം മൊത്തം നമുക്ക് കറങ്ങാൻ പറ്റും. അങ്ങനെ ഒരുപാട് 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 ആനുകൂല്യങ്ങൾ നമുക്ക് റെയിൽവേ ഗ്രൂപ്പ് ഡി ആയിട്ട് കയറുമ്പോൾ നമുക്ക് കിട്ടും. ഇനി ഇതിന്റെ മൈനസ് സൈഡിലേക്ക് നോക്കുമ്പോൾ മക്കളെ, 1, ഈ ട്രാക്കിലെ ജോലിയാണെങ്കിൽ അപകടം നന്നായിട്ടുള്ളൊരു ജോലിയാണ്. നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും റെയിൽവേ ഒരുപാട് ആധുനികവൽക്കരിച്ചു, അങ്ങനെയൊക്കെ പറഞ്ഞാലും അത്യാവശ്യം അപകടങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സോ ശ്രദ്ധിച്ചില്ല എങ്കിൽ മേ ബി കുറച്ച് ആൾക്കാരുടെ ജീവനൊക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ട്രാക്കിലെ ജോലി ഇച്ചിരി അപകടം പിടിച്ചൊരു ജോലിയാണ്. ഞാനത് ആദ്യമേ തന്നെ പറയാം. നമ്മൾ പുറമേ കാണുന്നൊരു ഭംഗി കാണത്തില്ല. മാത്രമല്ല ട്രാക്കിലെ ജോലിയാണെങ്കിൽ ജോലിയും പാടാണ്. ജോലിപാട് നമുക്ക് ശമ്പളമുണ്ടൊക്കെ ഞാൻ അംഗീകരിക്കുന്നു, നല്ല സാലറിയാണ്, ബാക്കിയെല്ലാം ഉണ്ട്. പക്ഷെ ജോലി ഇച്ചിരി ടഫാണ്. അതേസമയം പ്രൊഡക്ഷനിലേക്ക് പോകുമ്പോൾ വർക്ക്ഷോപ്പിലേക്കാണ് നമ്മുടെ ജോലി വരുന്നതെങ്കിൽ ഒരു ബുദ്ധിമുട്ടും വരത്തില്ല. ഹാപ്പി ആയിട്ട് നമുക്ക് ജോലി ചെയ്യാൻ പറ്റും. ഇനി അത് കഴിഞ്ഞ് നമുക്ക് നൈറ്റ് ഷിഫ്റ്റ് എടുക്കേണ്ടി വരും. അതായത് റെയിൽവേ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഷിഫ്റ്റ് എടുക്കേണ്ടി വരും. അതേപോലെ തന്നെ നൈറ്റ് ഷിഫ്റ്റ് എടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയൊക്കെ സംബന്ധിക്കുന്നവർക്ക് ഇപ്പൊ രാത്രി എനിക്ക് ഉറങ്ങാതിരിക്കാൻ പറ്റത്തില്ല, അവർക്ക് നല്ലൊരു ജോലിയല്ല ഗ്രൂപ്പ് ഡി. അപ്പൊ ഷിഫ്റ്റ് അതിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇനി അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ സ്ഥലത്ത് തന്നെ ജോലി കിട്ടണമെന്ന് ഒരു നിർബന്ധവുമില്ല. നമ്മൾ എവിടെയാണോ നമ്മൾ ചൂസ് ചെയ്യുന്നത് അവിടെ നമുക്ക് റെയിൽവേ അവിടെ വേക്കൻസി അവിടെയാണ് നമുക്ക് പോസ്റ്റിംഗ് വരുന്നതെങ്കിലും നമുക്ക് അവിടെ പോയി ജോലി ചെയ്യേണ്ടി വരും. അതായത് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് എറണാകുളത്താണെന്ന് സങ്കല്പിക്കാം. ഞാൻ വർക്ക്ഷോപ്പാണ് ഞാൻ ചൂസ് ചെയ്തത്. ഇപ്പൊ കേരളത്തിൽ പ്രൊഡക്ഷൻ യൂണിറ്റ് ഒന്നുമില്ല. പ്രൊഡക്ഷൻ യൂണിറ്റ് മുഴുവൻ വരുന്നത് തമിഴ്നാട്ടിലൊക്കെ ആയിരിക്കും പ്രൊഡക്ഷൻ യൂണിറ്റ് മൊത്തം വരുന്നത്. സോ നമ്മൾ അവിടെ പോയി, നമ്മൾ വർക്ക്ഷോപ്പാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ പോയി നമ്മൾ ജോലി ചെയ്യേണ്ടി വരും. പിന്നെ അത് കഴിഞ്ഞ ബാക്കി വേറെ പറയത്തക്ക ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ പറഞ്ഞ നെഗറ്റീവ്സ് ആർക്കുണ്ട്? ഗ്രൂപ്പ് ഡിക്ക് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരും, ഞാൻ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യണം, പഠിക്കണം, ഇതൊക്കെ കേട്ടിട്ട് ഞാൻ പോയി പഠിക്കണം. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, ഇതല്ലാതെ
നിങ്ങൾക്ക് എന്ത് ഓപ്ഷനാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്? പഠിക്കാതിരിക്കാനായിട്ട് ബാക്കി ഏതെങ്കിലും വലിയ ഓഫർ നിങ്ങൾക്കുണ്ടോ? ഇല്ല. പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിലാണ് താമസിക്കുന്നത്. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. നിങ്ങളെ ചുറ്റും ഒന്ന് നോക്കി. നിങ്ങൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ 50 പേരിൽ കൂടുതൽ തൊഴിൽ കൊടുക്കുന്ന എത്ര സ്ഥാപനങ്ങൾ നിങ്ങൾക്കറിയാം? എത്ര സ്ഥാപനങ്ങൾ നിങ്ങളുടെ നാട്ടിലുണ്ട്? കുറവല്ലേ? ഒരു മുട്ടുസൂചിയെങ്കിലും പ്രൊഡക്ഷനിലുള്ള, ഒരു മുട്ടുസൂചിയെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന എത്ര സ്ഥാപനങ്ങളെ നിങ്ങൾക്കറിയാം? ഒരു പ്രൊഡക്ഷൻ ലൈനപ്പുള്ള എത്ര സ്ഥാപനങ്ങളെ കേരളത്തിൽ നിങ്ങൾക്കറിയാം? കുറവല്ലേ? അവസരങ്ങൾ നമ്മുടെ നാട്ടിൽ കുറവാണ്. ഞാൻ ഈ പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയും കുട്ടിയല്ല. ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമല്ല കേരളം ഭരിച്ചത്, എല്ലാവരുമാണ്. നമ്മളെ റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്കാരാണ് ചുറ്റുമുള്ളത്. സോ നമ്മളാണ് അത് നന്നാവേണ്ടത്. അത് നമുക്ക് പറയാനുണ്ടോ? അപ്പൊ നമുക്ക് മറ്റൊരു ഓപ്ഷനും ഇല്ല. ഏറ്റവും നല്ല സാലറി ഇവിടെയുണ്ട്. മാത്രമല്ല, നിങ്ങൾക്ക് ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ, ഡിഗ്രി ഉണ്ട്, +2 ഉണ്ട്, അല്ലെങ്കിൽ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻസ് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൊമോഷൻ കിട്ടി വളരെ പെട്ടെന്ന് നമുക്ക് മേളിലോട്ട് പോകാൻ പറ്റും. ഇത്രയും വേക്കൻസി നിങ്ങളുടെ മുമ്പിൽ കിടക്കുകയാണ്. മാത്രമല്ല, ഇവിടെ ഫിസിക്കലും കൂടെ ഡിമാൻഡ് ചെയ്യുന്ന ഒരു പോസ്റ്റാണ്. അതായത് ഗ്രൂപ്പ് ഡി ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് വേണം, നമുക്ക് അവസാനം ഒരു ഓട്ടോ ഉണ്ട്. അപ്പോൾ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അതൊക്കെ ഓടിയെടുക്കാനും ബാക്കിയെല്ലാം പറ്റത്തുള്ളൂ. അപ്പോൾ സാധ്യത ഭയങ്കര കൂടുതലാണ്. സോ കഴിഞ്ഞ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ചെന്നൈയുടെ കട്ട് ഓഫ് ഏതാണ്ട് 62 മാർക്ക്. അതൊക്കെയാണ് ചെന്നൈയുടെ കട്ട് ഓഫ് വന്നേക്കുന്നത്. 100-ന് 62 മാർക്കാണ്. സോ പുതിയ പരീക്ഷയുടെ കട്ട് ഓഫ് ഒരു 70 ആ റേഞ്ചൊക്കെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സിലബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ മാത്സ് 25 ക്വസ്റ്റ്യൻസ് 25 മാർക്ക്, റീസണിംഗ് ആണെങ്കിൽ 30 ക്വസ്റ്റ്യൻസ് 30 മാർക്ക്, സയൻസ് ആണെങ്കിൽ 25 ക്വസ്റ്റ്യൻസ് 25 മാർക്ക്, ദെൻ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് 20 ക്വസ്റ്റ്യൻസ് 20 മാർക്ക്. ഇംഗ്ലീഷ് ഇല്ല. അതായത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സിലബസ് ആണ്. 10ാം ക്ലാസ് നിലവാരമുള്ള, വളരെ എളുപ്പമുള്ള, എല്ലാവർക്കും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ സിലബസ് ആണ് ഇതിനകത്ത് വരുന്നത്. നമുക്ക് പാടുള്ള ഒരു ക്വസ്റ്റ്യൻസും ഇവിടെ വരത്തുമില്ല. പിന്നെ ഇംഗ്ലീഷ് ഇല്ല. 1.5 മണിക്കൂർ എക്സാം എഴുതാൻ സമയമുണ്ട്. അതായത് എനിക്ക് ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. ഇപ്പൊ ഗ്രൂപ്പ് ഡി പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് പഠിച്ചിട്ട് എക്സാം പാടാണെന്ന് പറഞ്ഞ ഒരു കുട്ടി പോലും എനിക്കറിയത്തില്ല. എനിക്ക് ഒരുപാട് കോഴ്സ് വരാറുണ്ട്. ആ കോഴ്സ് മൊത്തം വരുന്നത് ഇങ്ങനെയാണ്: എക്സാം നന്നായിട്ട് എഴുതി, എക്സാം നന്നായിട്ട് അവർ അറ്റൻഡ് ചെയ്തു, നല്ല മാർക്ക് അവർ കയറ്റി വെച്ചു, അങ്ങനെയുള്ള കോഴ്സ്. മറ്റൊരു കോഴ്സും വരാനുണ്ട്, സാറെ പഠിച്ചില്ല, പക്ഷെ ഇച്ചിരി കൂടെ ഒന്ന് പഠിച്ചിട്ട് പോയിരുന്നെങ്കിൽ, ഒരു മാസം കൂടി ഞാൻ നോക്കിയിട്ട് പോയിരുന്നെങ്കിൽ എനിക്ക് നല്ല മാർക്ക് കയറ്റി വയ്ക്കാൻ പറ്റുമായിരുന്നു. അവസാനം ഒരു 30 ദിവസം മാത്രമാണ് ഞാൻ നോക്കിയത്, അതുകൊണ്ട് എനിക്ക് ഒരു 5 മാർക്കിന്റെ ഒരു കുറവുണ്ട്. പക്ഷെ എനിക്ക് കുറച്ചും കൂടെ സമയം ഞാൻ ഇതിന്റെ പുറകെ ഇരുന്നെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കോഴ്സ് മാത്രമാണ് എനിക്ക് വന്നത്. അതായത് എഫേർട്ട് കൊടുക്കാൻ റെഡിയാണെങ്കിൽ, പഠിക്കാൻ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ജോലി നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അത്രമാത്രം എളുപ്പമാണ്. അതായത് ഒരു സെൻട്രൽ ഗവൺമെന്റ് എക്സാമിനെ സംബന്ധിച്ച് ഞാൻ ഉറപ്പ് തരാം, ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് ഏതൊക്കെയുണ്ട്? SSC CGL ഉണ്ട്, CHSL ഉണ്ട്, MTS ഉണ്ട്, റെയിൽവേയിലേക്ക് വരുമ്പോൾ JEE ഉണ്ട്, NTPC ഉണ്ട്, അതേപോലെ തന്നെ ബാക്കി ഒത്തിരി പോസ്റ്റുകളുണ്ട്, SSC GD ഉണ്ട്. അതെല്ലാം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു ഡൗട്ടും ഇല്ല, പെട്ടെന്ന് ജോലി കിട്ടാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഏത് തന്നെയാണ്? ഗ്രൂപ്പ് ഡി തന്നെയാണ്. അതായത് നിങ്ങൾക്കൊരു ജോലിയാണ് അത്യാവശ്യമെങ്കിൽ, ഒരു ജോലിയാണ് നിങ്ങൾക്ക് അത്യാവശ്യമെങ്കിൽ, പെട്ടെന്ന് കിട്ടുന്ന ഒരു ജോലിയാണ് നിങ്ങൾക്ക് അത്യാവശ്യമെങ്കിൽ, ധൈര്യമായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തോ. നമുക്ക് ഒരു സെപ്റ്റംബർ ഒക്ടോബറിലൊക്കെ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം. ഒരു 7 മാസം നിങ്ങൾക്ക് ഉറപ്പായിട്ടും പഠിക്കാൻ കിട്ടും. ആ 7 മാസം മാറ്റിവെക്കാൻ റെഡിയാണെങ്കിൽ, 7 മാസം 24 മണിക്കൂറൊന്നും മാറ്റിവെക്കണ്ട. ഇപ്പൊ ഞാനിപ്പം ഒരു NTPC ഫോക്കസ് ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഞാൻ പറയും, അല്ലെങ്കിൽ CGL ഫോക്കസ് ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഞാൻ പറയും ഫുൾ ടൈം ഇതിന്റെ പുറകെ ഇരുന്ന് പഠിച്ചോ. പക്ഷെ ഒരു ഗ്രൂപ്പ് ഡി ഫോക്കസ് ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ എല്ലാ ദിവസവും ഒരു 3-3.5 മണിക്കൂറൊക്കെ നിങ്ങൾക്ക് മാറ്റിവെക്കാൻ പറ്റുമെങ്കിൽ മക്കളെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോ. 2027 നിങ്ങൾക്ക് സർവീസിൽ കയറാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി നമ്മൾ സൂപ്പർ നോട്ട്സ് ഈ 21-ന് ജനുവരി 21-ന് നോട്ടിഫിക്കേഷൻ വരുന്ന അന്ന് തന്നെ ഒരു പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. സോ അതിനകത്ത് ഇംഗ്ലീഷിലും ക്ലാസ്സസ് ഉണ്ട്, മലയാളത്തിലും ക്ലാസ്സസ് ഉണ്ട്. കാര്യം എല്ലാവർക്കും ഇംഗ്ലീഷ് ഫോളോ ചെയ്യാൻ പറ്റണമെന്നില്ല. പ്രത്യേകിച്ച് NCERT സ്കൂൾ ടെക്സ്റ്റിലെ കോൺസെപ്റ്റുകളൊക്കെ ഇംഗ്ലീഷിൽ നന്നായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റണമെന്നില്ല. അങ്ങനെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന കുട്ടികൾക്കൊക്കെ ഇംഗ്ലീഷിൽ ക്ലാസ് കിട്ടും. അല്ലാത്തവർക്കാണെങ്കിൽ മലയാളത്തിലും ക്ലാസ് കിട്ടും. ഇംഗ്ലീഷിൽ നോട്ട്സ് ഉണ്ട്, മലയാളത്തിലെ നോട്ട്സ് ഉണ്ട്. ഏറ്റവും നല്ല ക്ലാസ്സസ് ആയിരിക്കും, ഏറ്റവും നല്ല ടെസ്റ്റ് പാക്ക് ആയിരിക്കും, അടിപൊളി ഒരു സപ്പോർട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഒരു കമ്മ്യൂണിറ്റി ഫുൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കൂടെയുണ്ട്. അപ്പൊ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോ. അതിനായി 8281223366 ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ. 250 പേര് മാത്രമേ ബാച്ചിനകത്ത് കാണത്തുള്ളൂ. അപ്പോൾ അതിലൊരാളാവുക. ആ 250 പേരും നമ്മൾ സർവീസിൽ കയറും. ഓക്കെ, നമ്മൾ അത്രയും നല്ല ക്ലാസ്സസ് ആയിരിക്കും നമ്മൾ അവിടെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ താമസിക്കേണ്ട, ആദ്യമേ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോ. 21-ാം തീയതി നമുക്ക് ക്ലാസ്സിൽ കാണാം.